സ്റ്റെഫാനും മെലഫിസെന്റും തമ്മിൽ നല്ല കൂട്ടുകാരായിരുന്നു. എന്നാൽ കുറച്ചുകൂടി പക്വത എത്തിയപ്പോൾ സ്റ്റെഫാന് രാജാവാകണം. രാജ്യത്തെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു മെലഫിസെന്റ്. അവളുടെ നാശമായിരുന്നു രാജാവ് കാത്തിരുന്നത്. അങ്ങനെ സ്റ്റെഫാൻ മെലഫിസെന്റിനെ ചതിച്ച് അവളുടെ ചിറകുകൾ മുറിച്ച് രാജാവിന് നൽകുകയാണ്. തകർന്നുപോയ മെലഫിസെന്റ് സ്റ്റെഫാനോട് പ്രതികാരം ചെയ്യാൻ ഒരുങ്ങുകയാണ്. സ്റ്റെഫാന്റെ കുഞ്ഞായ അറോറയെ അവൾ ശപിക്കുകയാണ്. 16 വയസ്സാവുമ്പോൾ അവൾ ഒരു സൂചിയിൽ വിരൽ കുത്തി അബോധാവസ്ഥയിലേക്ക് പോകും. എന്നാൽ പ്രതിവിധി ഒരു റിയൽ ആയിട്ടുള്ള കിസ് ലഭിച്ചാൽ മാത്രമേ ആ നിദ്രയിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മെലഫിസെന്റിന് കുഞ്ഞിനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയിരുന്നു. അവൾ ശപിച്ച ആ കുഞ്ഞിനെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നീട് അറോറ കാട്ടിൽ വെച്ച് ഒരു പ്രിൻസിനെ കണ്ടുമുട്ടുന്നു. അവർ തമ്മിൽ ചെറുതായി അട്രാക്ഷനൊക്കെ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഇവനാവും തന്റെ ശാപത്തിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തുക എന്ന് മെലഫിസെന്റ് ചിന്തിച്ചു. അങ്ങനെ മെലഫിസെന്റിൽ നിന്നും അറോറ എല്ലാ സത്യങ്ങളും അറിയുന്നു. അവൾ ആകെ വിഷമിച്ച് തന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ കൊട്ടാരത്തിൽ നിന്നും ഒരു സൂചി കൊണ്ട് അവൾ ഗാഢനിദ്രയിലേക്ക് കണ്ടു. പ്രിൻസ് വന്ന് അവളെ കിസ് ചെയ്യുന്നു. എന്നാൽ അവൾ ഉണരുന്നില്ല. അവസാനം സങ്കടത്തോടെ അറോറയുടെ നെറ്റിയിൽ മെലഫിസെന്റ് കിസ് ചെയ്യാണ്. ഈ സമയം അവൾ ഉണരുകയാണ്.